എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിവ്യൂ ആണ്. സിനിമയുടേതല്ല, ഒരു വെബ് സീരീസിൻ്റെയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ നീരജ് മാധവ്, അജു വർഗീസ്, ഗൗരി കിഷൻ ഇവരൊക്കെയാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. വെബ് സീരീസ് സംവിധാനം ചെയ്തിരിക്കുന്നത് വിഷ്ണു ജി രാഘവ്. എന്താണെങ്കിലും 6 എപ്പിസോഡിലായിട്ടാണ് കേട്ടോ സാധനം വന്നിട്ടുള്ളത്. കൊള്ളാം, 6 എപ്പിസോഡ് കറക്റ്റാ അല്ലേ? കറക്റ്റ്, അതാണ് ഇതിന്റെ ആദ്യത്തെ പോസിറ്റീവ്. അതെ, ഒരു സാധനത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ഇത് 8ഉം 10 കൊണ്ടുള്ള അവസ്ഥ ആലോചിച്ച് നോക്കും. അത് കറക്റ്റ് സാധനമാണ്, കറക്റ്റ് ലെങ്തില് എല്ലാ എപ്പിസോഡുകളും. അല്ലെങ്കിൽ അതിനുള്ള ഒരു കണ്ടന്റ് വേണം. ഈ ഒരു കണ്ടന്റ് വെച്ചിട്ട് ഒരു 6 എപ്പിസോഡ് വളരെ കൃത്യമായ ഡ്യൂറേഷനിൽ ഓരോ എപ്പിസോഡും നല്ല രീതിയിൽ വെടിപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇതിൽ ഒരു സമയത്ത് ഇതിലെ കൺസ്ട്രക്ഷൻ ഉണ്ടല്ലോ, വീട് കൺസ്ട്രക്ഷൻ. അതായത് നീരജ് മാധവ് ചെയ്യുന്ന കഥാപാത്രം കുറച്ച് വീടിനോട് കുറച്ച് കൂടുതൽ അടുക്കുമ്പോൾ ഇതിലെ നായികയായിട്ടുള്ള പ്രണയത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് വിട്ടു പോകുന്നുണ്ട്. അപ്പോൾ ഈ ഗൗരി കിഷൻ ചെയ്യുന്ന ഈ കഥാപാത്രത്തിന് ഒരു ബോറടി വരുന്നുണ്ടേ. അപ്പോൾ ആ ബോറടിയില്ലേ, അതേ ബോറടി നമുക്ക് കിട്ടുന്നുണ്ട്. നിനക്ക് എങ്ങനെ ഫീൽ ചെയ്തോ? തീർച്ചയായിട്ടും അത് അവര് തമ്മിലുള്ള പ്രേമത്തിന്റെ അല്ല കേട്ടോ, അത് ആ ഒരു ഇതിൽ നിന്ന് വിട്ടുപോകുന്ന പോലത്തെ ഒരു സംഭവം വന്നു. അതെ, അതായത് അതന്നെ ഞാൻ പറഞ്ഞ തെറ്റിദ്ധരിച്ചില്ലേ. അതാ പറഞ്ഞ, അതായത് ഇവര് തമ്മിലുള്ള പ്രേമത്തിന്റെ ആ ഒരു പ്രേമം അതിങ്ങനെ വലിഞ്ഞു പോകുന്നതിനുള്ള ബോറടി അല്ല പറഞ്ഞത്. അതിന്റെ അപ്പുറത്തേക്ക് ഇതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുമ്പോ ഒരു ചെറിയ നമുക്ക് തന്നെ ഒരു ഫീൽ ആ ഒരു സംഭവം വന്നിട്ടുണ്ടെന്നുള്ളതാണ്. എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് മാത്രമേ ഇതിൽ തോന്നിയിട്ടുള്ളൂ. അല്ല, അങ്ങനത്തെ ഒരു സംഭവം ഉള്ളൂ. അല്ലാതെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പക്കാ ഒരു എന്റർടൈനർ. അതെ, അതിന്റെ അപ്പുറത്തേക്ക് ഭയങ്കര സംഭവം നല്ല, പക്ഷെ നല്ല രസമായിട്ട് എൻഗേജ് ചെയ്ത് പോകുന്ന ഒരു വെബ് സീരീസ്. നല്ല ഒരു കണ്ടന്റ് തന്നെയാണ്. വളരെ നല്ല നീറ്റായിട്ട് ഇത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതിലെ പെർഫോമൻസ് ആണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. നല്ല വെടിപ്പായിട്ട് ഇതിൽ അഭിനയിച്ച എല്ലാവരും ചെയ്തിട്ടുണ്ട്. ചിലരും ഞെട്ടിച്ചിട്ടുമുണ്ട്. തീർച്ചയായിട്ടും അതങ്ങനെ വേണമല്ലോ. എല്ലാരും പെർഫെക്റ്റ് ആകുമ്പോ 1-2 പേരെങ്കിലും ഞെട്ടിക്കാനായിട്ടും വേണം. അതങ്ങനെ തന്നെ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും നീരജ് മാധവാണ് ഇതിൽ നായകൻ. ആള് നല്ല മെച്ചൂർഡ് ആയിട്ടുള്ള പിടിച്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു കഥാപാത്രത്തിന് ആവശ്യമായ രീതിയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആള്. അതുപോലെ തന്നെയാണ് അജു വർഗീസിന്റെ കാര്യം. അജു വർഗീസിനെ കുറിച്ച് പിന്നെ നമ്മൾ പറയത്തില്ല. കാരണം ആള് കുറേ ആയിട്ട് നമ്മളിങ്ങനെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതാണ്. കാരണം ആൾക്ക് കൊടുക്കുന്ന ക്യാരക്ടർ ആള് പക്കയായിട്ട് ചെയ്തിട്ട് പോകും. ശരിക്കും ഇത് ഈ സിനിമ അല്ല, ഈ വെബ് സീരീസിൽ ശരിക്കും ആളുടെ പ്രണയമാണ് പറയുന്നത്. ശരിക്കും നായകനും നായിക അപ്പുറത്താണ്. അത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അത് തന്നെയാണ് അവർ പറഞ്ഞു വെക്കുന്നതും. ഗൗരി കിഷനും അതുപോലെ തന്നെ കേട്ടോ, നന്നായിട്ട് ആള് പെർഫോം ചെയ്തിട്ടുണ്ട്. അതെ, സൂപ്പർ ചെയ്തു, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഗൗരിയുടെ ഫാദറായിട്ട് അഭിനയിച്ച കിരൺ പീതാംബരൻ, ഒരു രക്ഷയില്ല കേട്ടോ, ഗംഭീര പെർഫോമൻസ്. കുറച്ച് ടോക്സിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, പക്ഷെ ആളുടെ പെർഫോമൻസ് കാണുമ്പോഴേ എന്തൊരു കിടിലൻ നടനാണ് എന്ന് തോന്നും. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതാ ഇപ്പൊ ആദ്യം പറഞ്ഞത്, എല്ലാരും പെർഫെക്റ്റ് ആയിട്ട് പോകും, ഒരാളെങ്കിലും 1-2 പേരെങ്കിലും ഞെട്ടിക്കാൻ വേണം എന്ന് പറഞ്ഞ കാര്യം ഇതാണ്. അതാണ് നീരജിന്റെ ആളുടെ പേരെന്താന്ന് അറിഞ്ഞൂടാ. അതായത് അച്ഛനും അമ്മയും സൂപ്പർ, 2 പേരും ഞെട്ടിച്ചു. അത്ര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് 2 പേരും ഞെട്ടിച്ചു. അതെ, സൂപ്പറായിരുന്നു. അച്ഛൻ കഥാപാത്രം വേറെ രീതിയില്, 2 അച്ഛന്മാരും പൊളിയാ. ഇതില് ഒരു പെണ്ണ് കാണൽ സീനുണ്ട്, അത് ഗംഭീര സീനാണ്, അടിപൊളിയാണ്. ഇതൊക്കെ എന്താണ് വെബ് സീരീസ് വന്നിട്ടുള്ളതാണ്. കുറെ പേര് കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും, ഇനി കാണാത്തവരുണ്ടാവും. എന്തായാലും പോയിട്ട് കാണുക കേട്ടോ, അത് കാണാനുള്ളതുണ്ട്. അതെ, തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ എപ്പോഴും പറയാനുള്ള ഒരു കാര്യമാണ്, ഈ വെബ് സീരീസ് വരുമ്പോൾ പ്രത്യേകിച്ച് മലയാളത്തിൽ ഈ എപ്പിസോഡ് തികക്കാൻ വേണ്ടിയിട്ട് ചില ഷോട്ടുകൾക്ക് ഡ്യൂറേഷൻ കൂടുതലായിരിക്കും. അതെ, അതായത് ജസ്റ്റ് ഇവിടുന്ന് നടന്നു വരേണ്ടത് കുറച്ച് അവിടുന്ന് നടന്നു വരുന്നത് ആണ് കാണിച്ചു തരും. അതാണ് ഈ ആ നടന്നു വരുന്ന വഴിക്കുള്ളത് മൊത്തത്തിൽ കാണിച്ചു തരും. അതാണ് ആ ഡ്യൂറേഷൻ കൂട്ടാൻ വേണ്ടി ചെയ്യുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു സാധനമൊന്നും ഇതിനകത്ത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ പോസിറ്റീവ് സൈഡിലുള്ള ഒരു കാര്യം. എന്തായാലും ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗോപി സുന്ദറാണ്. പ്രൊഡക്ഷൻ പിന്നെ അറിയാലോ, എം രഞ്ജിത്ത്, രജപുത്ര വിഷ്വൽ മീഡിയയാണ്. ആളുടെ ഒരു വെബ് സീരീസ് കഴിഞ്ഞിട്ടാവാം സിനിമ എന്നുള്ളതിൽ നിൽക്കുകയാണ്, തുടരും. അതിന് ശേഷമാണ് എന്തായാലും ഇത് മോശമായിട്ടില്ല കേട്ടോ, നല്ല രീതിയിലുള്ള ഒരു വെബ് സീരീസ് തന്നെയാണ്. ഇതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ ഉണ്ട്, ഗംഗാമീരയുടെ. നമ്മുടെ ഗെറ്റ് സെറ്റ് ബേബിയില് ആളുടെ സിനിമകളിലാണെങ്കിലും എല്ലാത്തിലും ആള് കിടിലം പെർഫോമൻസ് ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെയാണ് ഇതിലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആനന്ദ് മന്മഥൻ, ഇവരുടെയൊക്കെ പെർഫോമൻസ് നമ്മള് ശരിക്കും
ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനത്തെ ഒരു വെബ് സീരീസ് ഒക്കെ വരുമ്പോൾ. വെബ് സീരീസ് സാധാരണ മലയാളത്തിൽ വരുന്ന വെബ് സീരീസ് ഒന്നും ഭയങ്കര സംഭവമായിട്ടൊന്നും കുറച്ചേ വന്നിട്ടുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു മൈൻഡിൽ നിന്ന് കാണുമ്പോൾ ഈ ഒരു വെബ് സീരീസ് ആകെ 1-2 നെഗറ്റീവ് അല്ലാണ്ട് വേറൊന്നും എടുത്ത് പറയാൻ പോലും ഇല്ല. പിന്നെ നല്ലത് കൂടുതൽ പറയാനുണ്ട്. അതെ, ഇഷ്ടം പോലെ വലിയ, അതായത് ഒരു വലിയ ക്യാൻവാസിലല്ല ഇത് ഒരുക്കിയിട്ടുള്ളത്. ഒന്ന് ദുബായ് ഉണ്ട്, പിന്നെ ഈ ഒരു വീടും, പിന്നെ ഈ പുതിയ വീട് വെക്കുന്നത് അവിടെ മാത്രം ആ ഒരു ഫ്ലാറ്റിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റിയുള്ള പരിപാടിയാണ്. അപ്പോൾ അതിൽ ഇത്രയും നല്ല രീതിയിൽ എൻ്റർടൈനിങ് ചെയ്യിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യമാണ്. നല്ല കോമഡി വർക്ക് ആവുന്നുണ്ട്, പല സമയത്തും നല്ല ഡയലോഗ്സുകളാണ്. അതെ, പിന്നെ ഇവരുടെ പ്രശ്നങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതിനകത്ത് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട അജു വർഗീസിന്റെ ക്യാരക്ടർ. അജു വർഗീസിന്റെ ഭയങ്കര ക്യാരക്ടർ. പിന്നെ അജു വർഗീസിന്റെ പേരായിട്ട്, അയ്യോ ആളുടെ പേര് മറന്നല്ലോ, നമ്മുടെ മറ്റേ പേര് പറഞ്ഞടാ, നമ്മുടെ കരിക്കിലൊക്കെ ഉള്ളേ. അതന്നെ, ആളെ മനസ്സിലായി, പക്ഷെ പേര് കിട്ടുന്നില്ല. അയ്യടോ, കരിക്കിലും കുറെ സിനിമകളിലൊക്കെ ഉള്ള ആളാ. അതെ, ആള് മോഡേൺ രൂപത്തിലൊക്കെ വരുമ്പോഴേ അജു വർഗീസ് ആള് മാറി വെക്കുന്ന രീതിയിലുള്ള സംഭവം. എന്താണെങ്കിലും അതും ഗംഭീരമായിട്ടുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെന്താ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് എടുത്തു പറയാൻ, അത് ഇപ്പൊ പറഞ്ഞ പോസിറ്റീവ് ആണെങ്കിൽ എടുത്തു പറയാൻ കുറേ സംഭവങ്ങൾ. ഇത് കണ്ടെന്ന് വെച്ചിട്ട് ആരും ടൈം വേസ്റ്റ് ആവില്ല. പക്ക ഒരു എന്റർടൈനർ കാണാനുള്ളതുണ്ട്. പിന്നെ അജു വർഗീസിന്റെ അമ്മയായിട്ട് വന്ന കഥാപാത്രം, അതെ, അജു വർഗീസിന്റെ അമ്മയായിട്ട് ചെയ്ത തങ്കം ആളും ഗംഭീര പെർഫോമൻസാണ്. പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും സൂപ്പറാ. ഈ ഡ്രാഗൺ സിനിമയിലേ ഒരു കല്യാണത്തിന് മുമ്പായിട്ട്, ലാസ്റ്റ് ക്ലൈമാക്സിന് മുമ്പായിട്ട് ഒരു കിട്ടിലും ഡാൻസ് ഉണ്ട്, ഒരു വൈബാണത്, കണ്ടറിയാം. അപ്പോൾ അതുപോലത്തെ ഒരു പരിപാടി ഇതിലുണ്ട്. അതായത് നമ്മുടെ ഈ നായികയുടെ പേര് കിടിലനായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. അത് എല്ലാരും ഞെട്ടിച്ചുകൊണ്ടാണ്. അജു വർഗീസ് പക്ഷെ അജു വർഗീസ് അത് എൻജോയ് ചെയ്തിരിക്കുകയാണ്. ആ സമയത്ത് ആള് മാറിയല്ലോ. അതെ, അതുവരെ അതുവരെ ഉണ്ടായിരുന്ന ആളൊന്നും അല്ല ആ ടൈമിലോട്ട് എത്തുമ്പോ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താണെങ്കിലും മിസ്സാക്കാണ്ട് കണ്ടോളൂ കേട്ടോ. എന്താണെങ്കിലും ജിയോ ഹോട്ട്സ്റ്റാറിലുണ്ട്, കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ.